ഈശോയ്ക്കായിരിക്കട്ടെ. സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പരിശുദ്ധ കരുണയുടെ അപ്പൻ പരിശുദ്ധ കന്യാമറിയം ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഏറ്റവും ബലമുള്ള ആള്. എപ്പോഴും പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അധികാരം കഴിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകും, രാവിലെ വെച്ച് പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കാപ്പിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ കുറേ കാലമായിട്ട് കുറച്ച് നാൾ, ഒരു വർഷം ആകാൻ പോകുന്നു. എനിക്ക് വയ്യായി. പിന്നെ പള്ളിയിൽ പോകാൻ, നടന്നു പോകാനും എനിക്ക് വയ്യെന്നായിരുന്നു. പള്ളിയിൽ പോക്ക് നിർത്തി. ഞായറാഴ്ച ദിവസം മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ. ഇടയിൽ എല്ലാ ദിവസവും സാലോമി ഞാൻ ഇന്നും കുർബാന കാണും. ആദ്യം അരമണിക്കൂർ ധ്യാനം ആരാധനയാണ്. ആരാധന കഴിഞ്ഞിട്ട് ആ കുർബാന കാണും. ആ കുർബാനയും കഴിഞ്ഞിട്ട് വേണം ഞാൻ പിന്നെ അടുക്കളയിൽ പോയി ജോലി ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തിന് ഒത്തിരി ആശ്രയം. എനിക്ക് 6 മക്കളുണ്ട്. 4 പെണ്ണും 2 ആണും. 2 പേര് മഠത്തിൽ പോയി സിസ്റ്ററായി. 2 പേരെ കല്യാണം കഴിച്ചു വിട്ടു. മൂത്ത മകൻ കല്യാണം കഴിച്ചു. ഇളയ മോൻ കല്യാണം കഴിച്ചില്ല. അവൻ കുടുംബത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണ് കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് 6 കൊച്ചുമക്കളുമുണ്ട്. 6 കൊച്ചുമക്കളുണ്ട്. അവർ നന്നായി പോകുന്നു, പഠിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി നടക്കുന്നു. അവരുടെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. ആ കുടുംബത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. എല്ലാം സന്തോഷമായിട്ട് എല്ലാവരും പോകുന്നു, ജീവിക്കുന്നു. അതുകൊണ്ട് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അവർ നല്ല പോകുന്നു, പഠിക്കുന്നു, എല്ലാ ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയാൽ എല്ലാ അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് വലിയ വിഷമിക്കാരൊക്കെ താഴെ ഒരസുഖമാണെന്ന് കേട്ടാൽ എനിക്ക് വലിയ ഞാൻ അവിടെ ചെല്ലാതെ ഇരിക്കുകയില്ല. പോകും, അവരന്വേഷിക്കും, പറയും, ആസ്വദിപ്പിക്കും. അതെൻ്റെ സ്വഭാവമാണ്. എനിക്ക് ചെന്നില്ല വിഷമം. അതുകൊണ്ട് ഞാൻ അവരെ പോയി ചെല്ലുക, അന്വേഷിക്കുക, എനിക്ക് പറ്റുന്ന ഒക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും പയ്യെങ്കിൽ പോലും എന്നാ പറയും, ചേട്ടത്തിയമ്മ അങ്ങോട്ടും വരേണ്ട, അമ്മയ്ക്ക് മേലെല്ലാം നടന്നു വരാൻ, എന്നെ കാണാൻ വരും. ഞങ്ങളുടെ അടുത്ത് 2 പേര് കിടപ്പുരോഗികളുണ്ട്. അവരെ കാണാനൊക്കെ ഞാൻ ഇടയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് കുറഞ്ഞൊക്കെ വരുന്നു. അങ്ങനെ അവർ വാഴ ഓർക്കാം. എന്നും ഞാൻ ഈ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. വൈദികർക്കും സിസ്റ്റർമാർക്കും പിന്നെ മിഷനറിമാർക്കും അവർക്കെല്ലാം ഞാൻ എന്നും സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ അനുഗ്രഹം എനിക്കുള്ളത്. അതുപോലെ ഞാൻ മരിച്ചു മാതാപിതാ സഹോദരി വരുമ്പോൾ ആ ആത്മാക്കൾക്ക് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്, അനുഗ്രഹത്തിലാണ്. പിന്നെ എനിക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് പോവുകയാണ്. പിന്നെ ഞാനും ചാച്ചനോടും മോനിങ്ങനെയുള്ള വല്ലപ്പോൾ ഉണ്ടെങ്കിൽ അവൻ വണ്ടി ഓടിക്കാൻ പോവും. ഞങ്ങൾ 2 പേരും ഇപ്പം തന്നെ വീട്ടിലുള്ളൂ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടി പോകുന്നു. അങ്ങനെയൊക്കെ അടുക്കള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നു. 64 വർഷമായി ഇങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അല്ലാതെ ഇപ്പോൾ ഇത്രയും പ്രായമായി. എനിക്ക് വയസ്സ് 84 വയസ്സായി. ചാച്ചന് 86 വയസ്സായി. ഞങ്ങളിങ്ങനെ നടക്കുന്നു. ക്ഷീണങ്ങളും കാര്യങ്ങളും കൊണ്ട് എങ്കിലും ദൈവകൃപയാൽ ദൈവം നടക്കുന്നു. മക്കളുടെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളും. എനിക്ക് പറയാനുള്ള അവർ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. നമുക്ക് ദൈവാനുഗ്രഹം ഒത്തിരി വന്നുകൊണ്ടിരിക്കും. ജപമാല ചെല്ലുക, ബൈബിൾ വായിക്കുക, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചെല്ലണം. ഇതൊക്കെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള സാധിക്കും. നമുക്ക് എന്നും പള്ളിയിൽ പോയി വിശുദ്ധ സംബന്ധിക്കുക. ഇതൊക്കെ എനിക്ക് ഇപ്പോൾ മക്കളോട് പറയാനുള്ളത്. അവിടുന്ന് നമുക്ക് ദൈവാനുഗ്രഹമുള്ളൂ. ദൈവകൃപ ഒന്നാണ്. ഇപ്പോഴത്തെ ലോകത്തിന് സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. എനിക്കിതൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.